ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിലേക്കുള്ള മൈദമാവ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് മൈദമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മൈദമാവിൽ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ആ ദോശയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചട്ടിപ്പത്തിരി തയ്യാറാക്കാറുള്ളത്. ഞാൻ ഇപ്പോൾ തയ്യാറാക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിലാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചിട്ടുള്ള രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്തെടുത്തിട്ടാണ് ഞാൻ ചിക്കൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എല്ലില്ലാത്ത കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് പിച്ചെടുക്കണം. കൈകൊണ്ട് പിച്ചെടുക്കാണ്ട് ഏറ്റവും നല്ലത്. നമ്മൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അത് അരഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എല്ലില്ലാതെ പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പാനിലേക്ക് 4 കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ മുട്ട വറുത്തെടുക്കണ പോലെ ഒന്ന് വറുത്തെടുക്കുക. ഇത് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്ടിപ്പത്തിരിക്ക്. അത് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട വറുത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ആവണം നമ്മൾ ചപ്പാത്തിൻ്റെ വലിപ്പം നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ മൈദമാവ് കളഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു പാത്രത്തിൽ എണ്ണ നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ഇതിൽ നിന്നും ഓരോ ചപ്പാത്തി എടുത്ത് മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഓരോ ചപ്പാത്തി വെച്ച് കൊടുക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് നന്നായിട്ട് മസാല ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 4 ലെയറായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എനിക്ക് മാവ് കൊണ്ട് 12 ചപ്പാത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്കായിട്ട് വീണ്ടും ചപ്പാത്തി വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 ലെയറായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്.
അവസാനത്തെ ചപ്പാത്തി കൂടി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് 25-30 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.